മോളെ, ഈ ഉടുപ്പ് ദിവസം മുഴുവൻ ഇട്ടോണ്ടിരിക്കാൻ നിനക്ക് ഇറുക്കം തോന്നുന്നില്ലേ? അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഉടുപ്പൊന്നും ഇല്ലായിരുന്നു. അതിങ് അഴിച്ചുതാ, അഴിച്ചുതാ മോളെ. എന്റെ അമ്മ അതിലങ്ങനെ എന്താ ഉള്ളെന്ന് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. ആ, അഴിച്ചുതാ മോളെ. നാട്ടിൽ അന്തസ്സായിട്ട് ജീവിച്ചവനാ, ഇവിടെ കൊണ്ടുവന്ന് എന്നെ സൈക്കിള് ചവിട്ടിപ്പിക്കുവല്ലേ? തമിഴ്, തെലുങ്ക്, കന്നഡ, മീബത്തിനി. പക്ഷെ മധുര സ്ലാങ് മാത്രം വരുന്നില്ല. ഇവൻ മാത്രം പാവയെ പോലെ ചെറിയൊരു സ്റ്റൂളുമായിട്ട് പോകുന്നു. പക്ഷെ ഞാനോ മേശകളും കസേലകളും എടുത്ത് പണ്ടാരടങ്ങിപ്പോയി. മധുര, അവിടെ എന്തോടെ എത്തി നോക്കുന്നേ? നീ ഇതുവരെയും കാണാത്ത പുതിയൊരു പ്രാവോ? വെളുത്തതോ കറുത്തതോ? എടാ, ഇത് പച്ച കിളിയാടാ. പച്ചത്തത്തയോ പഞ്ചവർണ്ണോ? എനിക്കൊക്കെ മൂക്കില് പല്ല് പൊളച്ച കിളവികളും ഇവന് മാത്രം തൊട്ടാ പൊട്ടുന്ന കുട്ടികളും. ആർക്കും ഇവിടെ ഒരു ഉത്തരവാദിത്വം ഇല്ല. മോട്ടർ കുറെ നേരം ഓടാൻ തുടങ്ങിയിട്ട് ഓഫ് ചെയ്യണ്ടേ? അതിനോട് നിക്കാൻ പറഞ്ഞാൽ നിൽക്കോ? കറണ്ട് ബില്ല് എത്ര ആകുമെന്ന് അറിയോ? എനിക്കിന്ന് 2 കിലോ അറിയണം. കറണ്ട് ബില്ല് തീ പോലെയാ വരുന്നത്. എന്റെ എന്തോ പ്രശ്നമാണല്ലോ. ഇവിടെ തന്നെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്. ഓ, കറണ്ട് ആണല്ലേ. അടിച്ചില്ലെങ്കിൽ എന്നിട്ട് തന്റെ കറണ്ട് അടിച്ച് ചത്തുപോയനെ. കറണ്ട് അടിച്ചു കണ്ടില്ല, ഞാൻ അടിച്ചതേ കണ്ടുള്ളൂ. എന്റെ ദൈവമേ, ഇവനെ രക്ഷിക്കണേ. ഈ കൈയും വെച്ചൊന്ന് അടങ്ങിയിരുന്ന കൂടെ. അപ്പൊ എപ്പോഴും ഇതാണല്ലേ പണി. ഡോക്ടർ, ഹലോ. അച്ഛന് വീണ്ടും ഷോക്ക് അടിച്ചു. എപ്പോ നോക്കിയാലും ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൈവയ്ക്കുമല്ലോ ഷോക്കും മുരുകൻ. അതെ ഡോക്ടർ. അമ്മയുടെ ഫോൺ കൊടുക്ക. അമ്മ പോയിരിക്കുക. ഇവിടെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അമ്മ ഒന്നും വേണ്ട, പാവം. അവിടെ വേറെ ആമ്പിള്ളേരൊന്നുമില്ലേ? ആ ഉണ്ട് ഡോക്ടർ. മൈക്കിൾ ഡോക്ടറിന്റെ അടുത്ത് സംസാരിക്കോ? പറയൂ ഡോക്ടർ, ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ ഡോക്ടർ. എന്റെ സെൽവിക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ പോലും തരാൻ വേണ്ടി റെഡിയാണ് ഡോക്ടർ. ജീവനൊന്നും തരണ്ടാകട്ടോ, വായ മാത്രം കൊടുക്ക്. വായ കൊടുക്കാനോ? വായുടെ മുകളിലേക്ക് വായ വെച്ചിട്ട് നെറ്റിന്റെ അകത്തിരിക്കുന്ന ബ്ലോക്ക് അങ്ങ് വലിച്ചെടുക്കു കൊച്ചേ. അയ്യോ, എന്റെ ശ്വാസം പോവും ഡോക്ടർ. സാറിന്റെ വീട്ടില് പട്ടിയുണ്ടോ? എന്തിനാണാവോ? ആ പട്ടിയുടെ വായിൽ പോലും ഞാൻ എന്റെ വായ വെക്കും ഡോക്ടർ. അയ്യോ, പക്ഷെ ഇയാളുടെ വായിൽ മാത്രം എന്റെ വായ വെക്കില്ല ഡോക്ടർ. സമയമില്ല മധുരേ, ജീവൻ പോകാനായി. വേഗം ഓപ്പറേഷൻ തുടങ്ങ് കൊച്ചേ. മൈക്കിൾ, ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും എന്റെ അച്ഛനൊന്ന് രക്ഷിച്ചൂടെ? അയാള് പറഞ്ഞത് ഞാൻ ചെയ്താ, ഞാൻ പോയേക്കും. ഒരു കാര്യമുണ്ട്. അല്ല, ഞാൻ എന്തിനൊക്കെ ചെയ്യണം? കുട്ടിക്കാലം മുതൽക്ക് നീ എന്നെ എത്ര നാണം കെടുത്തിട്ടുണ്ട്. മനസ്സിന്ന് കളഞ്ഞ അതൊക്കെ ഞാൻ എങ്ങനെ മനസ്സിന്ന് കളയാനാ? എങ്ങനെയെങ്കിലും രക്ഷിക്ക്. നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. എന്ത് പറഞ്ഞാലും കേൾക്കുന്നു. നീ എന്നെ പ്രേമിക്കോ? പ്രേമിക്കാനോ? സത്യം ചെയ്യ്. ഞാനെന്തിനാ സത്യം ചെയ്യുന്നത്? ഞാനൊരു ചാരിത്രമുള്ള പുരുഷനാ. ഒരു കന്യയ്ക്ക് മാത്രമേ എന്റെ വായ കൊടുക്കുള്ളൂ. ഈ വായ ഒന്ന് നോക്കേ. ഇതൊക്കെ ഒരു വായ തന്നെയാണോ? പെട്ടെന്ന് ചെയ്യ്, അല്ലെങ്കിൽ അയാൾ ഇവിടെ തന്നെ ചത്തു. ഇതെന്റെ മാമനായിരുന്നു ഞാൻ ചെയ്തേനെ. പക്ഷെ വേറെ ഒരാൾക്കാണ് ഞാൻ എങ്ങനെ ചെയ്യണേ? പെട്ടെന്ന് ചെയ്യ്, പെട്ടെന്ന്. സത്യം ചെയ്തില്ലേ? പറഞ്ഞാൽ ഞാൻ അനുസരിച്ചോളാം. അപ്പൊ ഞാനിപ്പോ കുടുങ്ങിയില്ലേ? മൈക്കിൾ, ഇതൊക്കെ ഒരു വായാണോ? അടിച്ച കറണ്ടൊക്കെ വായ വഴി പുറത്തു വരുന്നുണ്ടല്ലോ. എന്റെ കർത്താവേ. ഞാനില്ലാത്തപ്പോ നിങ്ങൾ വെല്ലവിളുമാരുടെ കൂടെയാണെന്ന് കരുതിയ ഒരു ആണിന്റെ കൂടെയാണോ ഈ വൃത്തികേട് കാണിക്കുന്നത്? നല്ല രസമുണ്ടായിരുന്നു. എന്റെ മധുരേ, ഇവിടെ എന്താ സംഭവിച്ചത്? ഷോക്ക് അടിച്ചെന്നോ? മധുര ഷോക്ക് അടിച്ച് ബോധം കെട്ട് കിടക്കുന്നു. നിങ്ങൾ എല്ലാരും നോക്കി നിൽക്കുവാണോ? ഇപ്പൊ വെക്കാടാ എന്റെ വായ. മാറി നിക്കണം പട്ടി. എന്തുവാണ് ചെയ്യുന്നേ? ഈ വാ തന്ന് രക്ഷിക്കാമെന്ന് കരുതി. ആ വായ ഇവിടെ വെക്കായിരുന്നെങ്കിൽ ഞാൻ എന്നെ ചത്തു പോയാലോ. അവൻ പറഞ്ഞത് കാര്യമല്ലേ? ഓ, വലിയ കാര്യമായി പോയി. സെൽവി, ഓർമ്മയുണ്ടല്ലോ, നീ പ്രേമിക്കാന്ന് സത്യം ചെയ്തു. ആ, അടിപൊളി. പാടും. ദേവിയുടെ അനുഗ്രഹം കൊണ്ട്
ഇതേ ആൽമരത്തിന്റെ കീഴിലിരുന്ന് 100 കണക്കിന് പഞ്ചായത്തിന് ഞാൻ തീർപ്പുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു നാണംകെട്ട പഞ്ചായത്ത് ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അമ്മേ ദേവി, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? എന്തിനാണ് എന്നെ കഷ്ടപ്പെടുത്തുന്നത്? മതി മതി നിർത്ത്. ഞാൻ 1 മാസമായിട്ട് നോക്കുക. എന്റെ ഭർത്താവാണ് ബ്ലൗസ് കട്ടെടുക്കുന്നതെന്ന് നോക്കിയപ്പോ എല്ലാവരുടെയും ബ്ലൗസ് ഇവനാണ് എടുത്തോണ്ട് പോയത്. ഈ തിരികെ വെച്ചിരിക്കുന്ന മഞ്ഞ ബ്ലൗസ് എന്റെയാ. ഭാര്യയുടെ ബ്ലൗസ്. ആ പച്ച ജാക്കറ്റ് എന്റേതാ. ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇവിടെയുള്ള പെണ്ണുങ്ങൾ ആരും ബ്ലൗസ് ഇടത്തില്ല. ഇടുവല്ലോ. എന്താ ഈ പറയുന്നത്? നാട്ടിലുള്ള കള്ളന്മാരൊക്കെ പ്രതിമ കക്കുന്നു, സ്വർണം കക്കുന്നു, വീടിന്റെ അകത്ത് കയറി വീട്ടിലുള്ളതെല്ലാം കട്ടെടുക്കുന്നു. നീ മാത്രം എന്തിനാടാ ഈ പെണ്ണുങ്ങളുടെ ബ്ലൗസ് കട്ടെടുക്കുന്നത്? എന്റെ ഭാര്യ പല കളർ ബ്ലൗസ് ഇടാൻ കുതിച്ചതാ. ഞാൻ വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവളങ്ങ് പോയി. എന്റെ ഭാര്യ ഇടാത്ത ബ്ലൗസ് ഒരുത്തികളെ അങ്ങനെ ഇടാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, ഇതേത് മാരണമാ ഇത്? സമയവും കാലവും നോക്കാതെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു റെസ്റ്റ് എടുക്കടാ. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരാതിയാ വന്നിരിക്കുന്നത്. ഇതിന് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം വേണം തീരുമാനം. നേതാവേ, ഇതിനുള്ള പരിഹാരം 2 മാസം കഴിഞ്ഞായിക്കൂടെ? വളരെ തെറ്റാണ് നേതാവേ. നമ്മൾ എല്ലാവരും ഓരോ കല്ലെടുത്ത് അവന്റെ തലയിലോട്ടിട്ട് അങ്ങ് കൊന്നേക്കാം. പാടില്ല. കല്ലുകൊണ്ടൊന്നും അടിക്കരുത്. പിന്നെ ഇട്ടിക കൊണ്ട് അടിക്കണ്ടേ? ഇട്ടികയോ? ചേച്ചി, സോഡ ഞാൻ ചോദിച്ചില്ലല്ലോ. ചേച്ചിക്ക് തരാൻ പറഞ്ഞു. ആര്? ചേച്ചിയുടെ മാമ. മാമനോ? ആ, മാറി നിക്കടാ. എന്താ പുതിയ തൊഴിൽ വല്ലതും തുടങ്ങിയോ? ഇല്ലല്ലോ. മാമാന്ന് പറഞ്ഞല്ലോ. സെൽവി, നീ പറയുന്നൊന്നും ശരിയല്ലട്ടോ. നീ എന്നെ പ്രേമിക്കാൻ തന്നെയല്ലേ വന്നത്? പ്രേമിക്കാനോ? രാവിലെ അടിച്ച് ഫിറ്റ് ആയിട്ട് വന്നിരിക്കല്ലേ? പ്രേമിക്കാനുള്ള ആഗ്രഹത്തിൽ വന്നിരിക്കാ. നിന്റെ അച്ഛനെ രക്ഷിച്ച പ്രേമിക്കാൻ സത്യം ചെയ്തില്ലട നീ. ഇങ്ങനെ സത്യം ചെയ്തില്ലട നീ. വയലില് കറണ്ട് അടിച്ച് വീണപ്പോ മുത്തയ്യാണ് രക്ഷിച്ചത്. കക്കൂസിൽ ഷോക്ക് അടിച്ച് കിടന്നപ്പോ ആറുമുഖമാണ് രക്ഷിച്ചത്. ഓഫീസിൽ ഷോക്ക് അടിച്ച് കിടന്നപ്പോ രക്ഷിച്ചു. ഇങ്ങനെ എന്റെ അച്ഛനെ രക്ഷിച്ച ഇത്രയും ആൾക്കാരെ എനിക്കങ്ങ് കയറി പ്രേമിക്കാൻ പറ്റും? ഞാൻ മാത്രമായിരുന്നു വിചാരിച്ചേ. അങ്ങനെ പോകുന്ന വരുന്നതിനൊക്കെ വായിച്ചോണ്ടിരിക്കണല്ലേ. ഇങ്ങോട്ട് നോക്കേ. ആദ്യം ഒരു മനുഷ്യനായിട്ട് ജീവിക്ക്. ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ടല്ലോ. ഇതുവരെ ആരുടെയെങ്കിലും ജീവൻ രക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ പോവാ. നീ ആരെങ്കിലും പോയി രക്ഷിച്ചിട്ട് വന്നിട്ട് എന്റെ മുമ്പിൽ വരാൻ നോക്ക്. നിന്റെ അച്ഛന്റെ ജീവൻ ഞാനല്ലേ രക്ഷിച്ചത്? വീട്ടിലേക്ക് വാ. പകരത്തിന് എന്റെ അച്ഛനോട് നിനക്കൊരു ഉമ്മ തരാൻ പറയാം. ഒരു ചാരിത്ര പുരുഷന്റെ ശാപം നിന്നെ വെറുതെ വിടലടി. ഈടിയായിട്ട് മധുരയുടെ ശബ്ദം കുറച്ച് കൂടുന്നുണ്ട്. ഒന്ന് പേടിപ്പിച്ചു വെച്ചൂടെ? എപ്പോഴൊക്കെ മധുര സമാധാനമായിട്ട് ഇരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ബഹളം കൂടി വരുമെന്ന് അർത്ഥം. കാണണമെന്നുണ്ടോ സാറേ?